മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വൃന്ദ ഫ്രം വൃന്ദ സുഖി മാജിക്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നൈവാഷയിലായിരുന്നു. നമ്മൾ ലേക്കുമൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് നെഹ്റൂറു അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു വാട്ടർഫോൾ ഉണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ അവിടെ എത്തിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മളങ്ങനെ നമ്മുടെ പനാരി റിസോർട്ട് നെഹ്റൂറു ഇതിലേക്ക് എൻട്രി ചെയ്യാണ്. എത്തിക്കഴിഞ്ഞു. റിസോർട്ടിലേക്ക് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ നെഹ്റൂറുള്ള പനാരി റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ റൂമിലേക്ക് ക്യാരി ചെയ്യാൻ ഒരു കാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര രസം. അവരതിലിരുന്നിട്ട് ഡ്രൈവ് ചെയ്യാണ്. ആ കാർ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ആ കാറ് കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തി ബാഗൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ ബാക്കിലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അത് ആ കുട്ടികളുടെ അട്രാക്റ്റീവ് സ്പോട്ടാണ്. ഉണ്ണിക്കുട്ടനും ഹരിയാനയാണ് കളിക്കുന്നത്. അങ്ങനെ നമുക്ക് റിസോർട്ടിൻ്റെ പല ഭാഗങ്ങളും കാണാം. ഈ ഒരു റിസോർട്ടിൽ കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇപ്പോൾ ഇതാ ഇവർ സ്ക്വാഡ് ബൈക്കിലാണ് പോണത്. പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല രസമാണ്. നമ്മൾ തോംസൺ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ ഇതുപോലെ നമ്മുടെ മസായിയുടെ കുറേ ടിപ്പിക്കൽ കെനിയൻ കുറേ ഒരു ഷോപ്പുണ്ട്. അവിടെ ഇവിടെ ഹാറ്റ്, അതുപോലെ ഇവരുടെ സ്റ്റോളൊക്കെ ഉണ്ട്. ഷോൾ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ കണ്ടോ, കുറച്ച് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി ഇതാണ് വാട്ടർഫോളിലേക്കുള്ള വഴി. നമ്മൾ ഇറങ്ങി പോവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാനുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ വാട്ടർഫോൾ കാണാനിങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പോൾ അത് കണ്ടോ, വലിയൊരു കൊക്ക പോലെയാണ് കേട്ടോ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കാണാം. പിന്നെ താഴേക്ക് നമുക്ക് ഇറങ്ങി പോവാം. അങ്ങനെ നമ്മളിതാ ഉണ്ണിക്കുട്ടൻ്റെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി പോവുകയാണ്. താഴേക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ എത്തിയിട്ട് മാക്സിമം നമുക്ക് താഴേക്ക് എത്താൻ നോക്കാം. എത്തിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതാ ഓൾമോസ്റ്റ് ഡെഡ് എൻഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് എടുത്തൊരു ഫോട്ടോ ആണിത്. താഴെ നിന്നുള്ള വാട്ടർഫോളിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങളിനി കാണാൻ പോണത്. ഇതാണ് ആ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തോംസൺ വാട്ടർഫോള്. നമ്മുടെ ഈ തോംസൺ വാട്ടർഫോള് 1883 ജോസഫ് തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ ഉണ്ടായിരുന്നു.
അയാളാണ് ഫസ്റ്റ് ഇവിടെ ഈ വാട്ടർഫോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു വാട്ടർഫോളിന് ഈ ജോസഫ് തോംസൻ്റെ അച്ഛൻ്റെ പേര്, അതായത് തോംസൺ എന്നുള്ള പേര് വെച്ചിട്ട് ഈ വാട്ടർഫോൾ അറിയാൻ തുടങ്ങിയത്. അങ്ങനെയാണിത് ഈ നെഹ്റുവിലുള്ള ഈ വാട്ടർഫോൾ തോംസൺ വാട്ടർഫോളിന് പിന്നെ അറിയാൻ തുടങ്ങിയത് കെനിയയിലുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചെറിയൊരു സ്റ്റോറി. നമ്മളങ്ങനെ തോംസൺ വാട്ടർഫോളൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് സൺഡേ മോർണിംഗ്, നമ്മൾ നെഹ്റുവിൽ നിന്ന് നേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ മൗണ്ട് കെനിയ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് നമുക്കതിൻ്റെ വ്യൂ കിട്ടും, കാണാം, അവിടെ നിന്ന് കാണാം മൗണ്ട് കെനിയ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. നമ്മൾ റൈനോ വാച്ച് ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ റൈനോ ലോഡ്ജിൽ, അപ്പോൾ അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പല പല തരത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടു. ഉണ്ടോ, ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം മൗണ്ട് കെനിയ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. ഉണ്ടോ, പല പല പൂക്കളും. ഇതൊക്കെ പക്ഷേ ഇവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പൂക്കളാണ് ആർട്ടിഫിഷ്യലായിട്ട് റിസോർട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അതിങ്ങനെ കണ്ടുകൊണ്ട് താഴേക്ക് പോവാം. പുറത്തൊക്കെ കണ്ടു. ഇനി ഇത് ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ ഇപ്പോൾ ലഞ്ച് ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫോട്ടോ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത്. ഡൈനിങ് ഏരിയന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലാണ് നമുക്ക് മൗണ്ട് കെനിയ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഫോട്ടോസ്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മൗണ്ട് കെനിയയുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഇത് ഈ ഡൈനിങ് ഏരിയയുടെ തന്നെ ഒരു വോളിൽ, അപ്പോൾ ആഫ്രിക്കയിലത്തെ ബിഗ് 5 വളരെ ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് ഓരോ മാറ്റിലും. ബിഗ് 5 എന്ന് പറയുകയാണെങ്കിൽ ലയൺ, ചീറ്റ, എലിഫൻറ്റ്, ബഫല്ലോ ആൻഡ് റൈനോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഓരോ വോളിലും അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ബിഗ് 5. അപ്പോൾ ഇവിടെയും കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട്. ഇതാ ജീപ്പ് റൈഡ്, അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാം. ഈ സ്വിമ്മിംഗ് പൂൾ നമ്മളൊരു ഇൻഫിനിറ്റി പൂൾ പോലെയാണ്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് വ്യൂ ആണ് നമുക്ക് മൗണ്ട് കെനിയയുടെ. അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയൊക്കെ കണ്ടു. ഇനി നമ്മൾ അവിടുന്ന് കുറച്ച് പോന്നിട്ട് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ 3 റിസോർട്ട്, നമ്മൾ 3 ദിവസം സ്റ്റേ ചെയ്ത റിസോർട്ട് 3 ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ അല്ല, ഇവർ നാച്ചുറലായിട്ട് ഇത് നമ്മളൊരു കാടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ കോട്ടേജിലേക്ക് പോവാണ്. ഇത് കണ്ടോ, അതിൻ്റെ സറൗണ്ടിങ്സ് കണ്ടോ, ഇതാണ്. അപ്പോൾ
ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജൊക്കെ കയറി നമ്മൾ നമ്മുടെ കോട്ടേജിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളിവിടെ വന്നിട്ട് മൗണ്ട് കെനിയും എല്ലാം കണ്ടു. ഇതാണ്. ഹായ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്ന് മൺഡേ മോർണിംഗ് ആണ്. നമ്മൾ ഫ്രൈഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ട്രാവൽ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.